ഇന്ത്യക്കെതിരായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 50% താരിഫ് നയം യുഎസിന്റെ തന്ത്രപരമായ താൽപര്യങ്ങൾക്ക് ദോഷം വരുത്തുമെന്ന് മുൻ ദേശീയ സുരക്ഷാ ഉപദേശകൻ ജോൺ ബോൾട്ടന്റെ മുന്നറിയിപ്പ്. ഇന്ത്യയെ റഷ്യയ്ക്കും ചൈനയ്ക്കും അടുപ്പിക്കുന്ന ഈ നടപടി ദശകങ്ങളായുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2025 ഓഗസ്റ്റ് 7 മുതൽ ട്രംപ് ഇന്ത്യക്കെതിരെ 25% താരിഫ് പ്രഖ്യാപിച്ചിരുന്നു. ഇത് പിന്നീട് 50% ഉയർത്തി. ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയാണ് ഈ നടപടിക്ക് കാരണമായി വൈറ്റ് ഹൗസ് ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ താരിഫ് റഷ്യയെ ദുർബലപ്പെടുത്തുന്നതിന് പകരം ഇന്ത്യയെ മോസ്കോയ്ക്കും ബീജിങ്ങിനും അടുപ്പിക്കുമെന്ന് ബോൾട്ടൺ CNN പറഞ്ഞു. റഷ്യയെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ച താരിഫ് ഇന്ത്യയെ റഷ്യയോടും ചൈനയോടും അടുപ്പിക്കുകയാണ്. ഇത് യുഎസിന്റെ തന്ത്രപരമായ താൽപര്യങ്ങൾക്ക് വിനാശകരമാകുമെന്ന് ബോൾട്ടൺ അഭിപ്രായപ്പെട്ടു. ട്രംപിന്റെ താരിഫ് ഭീഷണി ഇന്ത്യയും ചൈനയും റഷ്യയും ഒരു പൊതുവേദിയിൽ അണിനിരത്തുന്നതിന് കാരണമായേക്കാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. റഷ്യ, ഇന്ത്യ, ചൈന ത്രികക്ഷി പശ്ചാത്തലം ഏകപക്ഷീയതയ്ക്കെതിരെ ഒരു ബഹുമുഖ ലോകാക്രമണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ കൂട്ടായ്മയാണ്. ഈ സഖ്യത്തെ പുനർജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ റഷ്യയും ചൈനയും സജീവമായി നടത്തുന്നുണ്ട്. 2025 ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 1 വരെ ചൈനയിലെ ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് ആകാംക്ഷയോടെയാണ് ലോക നേതാക്കൾ ഉറ്റുനോക്കുന്നത്. ഈ സന്ദർശനം 2020 ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിനു ശേഷം തകർന്ന ഇന്ത്യ ചൈന ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. ചൈനയുടെ ട്രംപ് കാണിക്കുന്ന സൗമ്യതയും ഇന്ത്യയോടുള്ള കടുത്ത നിലപാടും യുഎസിന്റെ ദീർഘകാല തന്ത്രപരമായ താൽപര്യങ്ങൾക്ക് ദോഷം വരുത്തുമെന്ന് ബോൾട്ടൺ ദി ഹില്ലിനായി എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുൻ യുഎസ് വാണിജ്യ ഉദ്യോഗസ്ഥനായ ക്രിസ്റ്റഫർ പഡിലെയും താരിഫുകൾ യുഎസ് ഇന്ത്യ ബന്ധത്തിന് ദീർഘകാല നാശം വരുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ യുഎസിനെ ഒരു വിശ്വസനീയ പങ്കാളിയായി കാണുന്നത് പുനർവിചിന്തനം ചെയ്യാൻ ഇത് ഇടയാക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനവും ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവലിന്റെ മോസ്കോ യാത്രയും സഖ്യത്തെ പുനർജീവിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് വേഗം കൂട്ടിയേക്കാം. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. യുഎസ് ഭരണകൂടത്തിന്റെ ഈ നയം യുഎസ് കോൺഗ്രസിനകത്തും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ പല നേതാക്കളും ഇന്ത്യയുമായുള്ള ബന്ധം തകർക്കുന്ന ഇത്തരം നടപടികൾ യുഎസിന് ഗുണകരമാണെന്ന് അഭിപ്രായപ്പെട്ടു. യുഎസ് സാമ്പത്തിക താൽപര്യങ്ങൾക്കും ഏഷ്യയിലെ ചൈനയുടെ സ്വാധീനം ചെറുക്കുന്നതിനും ഇന്ത്യയുടെ സഹകരണം അനിവാര്യമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഡൊണാൾഡ് ട്രംപിന്റെ മുൻ ഭരണകൂടത്തിലും ഇന്ത്യ യുഎസ് വ്യാപാര ബന്ധങ്ങളിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇപ്പോഴത്തെ താരിഫ് പ്രഖ്യാപനം പോലുള്ള കടുത്ത നടപടികളിലേക്ക് അത് എത്തിയിരുന്നില്ല. ഈ നയത്തിലെ കാർക്കശ്യം ഇന്ത്യയെ പോലുള്ള ഒരു തന്ത്രപരമായ സഖ്യകക്ഷിയെ അകറ്റാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് നിരീക്ഷകർ പറയുന്നു. അതേസമയം അമേരിക്കൻ കോർപ്പറേഷനുകൾ ഈ നീക്കത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുമായി വലിയ വ്യാപാര ബന്ധമുള്ള യുഎസ് കമ്പനികൾക്ക് ഈ താരിഫുകൾ സാമ്പത്തികമായി ദോഷകരമാകും. ഉദാഹരണത്തിന് ഇന്ത്യയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾക്ക് ഉയർന്ന താരിഫ് നൽകേണ്ടി വരുന്ന അവരുടെ ലാഭം കുറയ്ക്കും. ഇത് യുഎസ് സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചേക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഈ താരിഫുകൾ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. യുഎസിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഇത് തിരിച്ചടിയാകും. എന്നാൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് റഷ്യയുമായും ചൈനയുമായി വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഈ സാഹചര്യം ഉപയോഗിച്ചേക്കാം. ഇത് യുഎസ് പ്രതീക്ഷിക്കുന്നതിന് വിപരീത ഫലമാകും ഉണ്ടാക്കുക. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകാൻ ഈ ഉച്ചകോടി സഹായകമാകുമെന്നും ട്രംപിന്റെ നയങ്ങൾക്കെതിരെ ഒരു പൊതുവേദിയിൽ യോജിക്കാനുള്ള സാധ്യതയുണ്ടെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. ഇത് റഷ്യ, ഇന്ത്യ, ചൈന ത്രികക്ഷി സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം ഒരു വെല്ലുവിളിയാണെങ്കിലും ഇത് മറ്റ് രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് യൂറോപ്പും മധ്യപൂർവ്വ ദേശവുമുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. യുഎസിനെ മാത്രം ആശ്രയിക്കാതെ വ്യാപാര ബന്ധങ്ങൾ വൈവിധ്യീകരിക്കാൻ ഈ സാഹചര്യം ഇന്ത്യയെ പ്രേരിപ്പിക്കും. ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനത്തിന് പുതിയ രൂപം നൽകിയേക്കാം.